Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. Alladhi hadana li hada wa ma kunna linahtadiya lawla an hadana Allah. Allahumma salli ala Muhammadin wa ala ali Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nas usikum wa iyaya awwalan bitaqwallah. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന 22ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്താണിയായിരുന്ന അബൂ ത്വാലിബിന്റെയും ഖദീജ ബീവിയുടെയും മരണങ്ങളാണ് വിശദീകരിച്ചത്. രണ്ടുപേരും ഒരേ വർഷത്തിലാണ് മരണപ്പെടുന്നത്. ആ വർഷത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രയാസം, ഇവരുടെ മരണം മൂലം ബാഹ്യവും ആന്തരികമായ എല്ലാ സഹായങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാതാകുകയാണ്. അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇവരുടെ മരണം മൂലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ശത്രുക്കളായ ആളുകൾ മൃഗീയമായി കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട്. അഥവാ ചോദിക്കാൻ ആയില്ല, ഒരു സംരക്ഷകനില്ല, അബൂ ത്വാലിബില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ബാഹ്യമായും ആന്തരികമായിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും ഇവരുടെ മരണം മൂലം ഇല്ലാതാക്കുകയാണ്. മഹാനായ താബിഈ പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ റഹ്മഹുല്ലാഹ്, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി ബി അശദ്ദി ശൈഇൻ സനഅഹുൽ മുശ്രികൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത് ഏതൊരു രംഗത്തായിരുന്നു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഓരത്ത് നമസ്കരിക്കുകയായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ഓരത്ത് നമസ്കരിക്കുന്ന സമയത്ത്
നമസ്കരിക്കുന്ന സമയത്ത് ഉഖബത്ത് ബിൻ അബി മുഅയ്യത്ത് എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലൂടെ വസ്ത്രമിട്ട് വലിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ഓരത്ത് നമസ്കരിക്കുമ്പോൾ ഉഖബത്ത് ബിൻ അബി മുഅയ്യത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു തുണി കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലൂടെ എടുത്ത് വലിക്കുന്നുണ്ട്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ ഒരു സന്ദർഭമായിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഫഖനകഹു ഖൽകൻ ശദീദ, ശക്തമായി കൊണ്ട് പിടിച്ചു വലിക്കുക, ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായി. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ഈ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ആളുമായി കൊണ്ട് പ്രതിരോധത്തിൽ ഏർപ്പെടുന്നതാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം സൂറത്ത് ഗാഫിറിലെ 28ാമത്തെ ആയത്താണ്. തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറയുന്ന വ്യക്തിയെയാണോ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത്? ഈ വാക്ക് ശരിക്കും ആരാ പറയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ സംഭവങ്ങൾ വിശദീകരിച്ചു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിറഔൻ മൂസാ നബിയെ വധിക്കുമെന്ന് പറഞ്ഞപ്പോ ഫിറഔനിൽപ്പെട്ട വ്യക്തി, അഥവാ ഫിറഔനിന്റെ കുടുംബത്തിൽപ്പെട്ട ഫിറഔന്റെ പക്ഷത്തുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹം മൂസാ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടില്ല, അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹമാണ് ആദ്യമായി കൊണ്ട് ചോദിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിറഔന് കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഫിറഔനോട് ചോദിച്ച ചോദ്യമാണ് തഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ കൊല്ലണത്? അഥവാ നിങ്ങളുടെ കണ്ണിൽ എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതാണോ നിങ്ങളുടെ കണ്ണിൽ അദ്ദേഹത്തിനുള്ള കുറ്റമായിക്കൊണ്ട് പോരായ്മയായിക്കൊണ്ട് നിങ്ങൾ കാണുന്നത് എന്ന രൂപത്തിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പിന്നീട് പിൽക്കാലത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആലി ഫിറഔനിൽപ്പെട്ട ആ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വരികയാണ്. ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഓരത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂജഹലിന് വേണ്ടപ്പെട്ട ചില ആളുകളും കഅബാലയത്തിന്റെ ഓരത്തുണ്ട്. ആ കൂട്ടത്തിൽ ഒരാള് ആ സമയത്ത് പറയാണ്, അയ്യുക്കും യജീഉ ബിസലാ ജസൂരിൻ ബനി ഫുലാനി ഫയളഅഹു അലാ ളഹ്രി മുഹമ്മദിൻ ഇദാ സജദ, നിങ്ങൾ ആരാണ് സല എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്? അഥവാ സല എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കുടൽമാല, അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ച കുട്ടിയുടെ മുകളിലുണ്ടാകുന്ന ഒരു കവർ, ഇതിനൊക്കെയാണ് അറബിയിൽ സല എന്ന് പറയാം. ആരാണ് അത് കൊണ്ടുവന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കഴുത്തിലിടുക? ഹദീസിൽ കാണാൻ കഴിയും, ആ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എണീറ്റിട്ട് പറയാണ്, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അയാൾ ചെന്ന് ഒട്ടകത്തിന്റെ കുടൽമാല, ചീഞ്ഞടിഞ്ഞ കുടൽമാല എടുത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ വന്നിട്ടാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഈ രംഗം കാണുന്ന എല്ലാ ആളുകളും ചിരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എണീക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിക്ക് സുജൂദിന്ന് തല ഉയർത്താൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ചിരിക്കുകയാണ്. നബിയുടെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ടാണ് ആ ഒട്ടകത്തിന്റെ ആ കുടൽമാല മാറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഉയരുന്നത്. അപ്പോൾ നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, ഖുറൈശികളെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള രൂപത്തിൽ, അഥവാ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളുടെ മേലിൽ ഉണ്ട് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്നിട്ട് ചില ആളുകളുടെ പേര് ഇങ്ങനെ എണ്ണി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അതേപോലെ തന്നെ വഅലൈക ബി ഉത്ബത്ത് ബിൻ റബീഅ വശൈബത്ത് ബിൻ റബീഅ വവലീദ് ബിൻ ഉത്ബ ഉമയ്യത്ത് ബിൻ ഖലഫ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്. ഈ ആളുകളുടെ പേര് ഇങ്ങനെ എണ്ണി പ്രാർത്ഥിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ എണ്ണി പറഞ്ഞ ഈ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയെന്നറിയോ? ബദറിന്റെ രണഭൂമിയിൽ ഖലീബ് എന്ന് പറയുന്ന ഭാഗത്ത്. അഥവാ ബദറിന്റെ രണഭൂമിയിൽ 70ഓളം ശത്രുക്കളായ ആളുകൾ മരണപ്പെട്ടു.
ആ ആളുകളെ കൊണ്ടുവന്നിട്ട ഭാഗത്ത് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പ്രാർത്ഥിച്ച ആളുകളെ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഖദീജ ബീവിന്റെയും അബൂ ത്വാലിബിന്റെയും മരണശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ 2 പ്രയാസങ്ങളാണ് വിശദീകരിച്ചത്. അതിൽ ഈ 2 സംഭവങ്ങളിലും വരുന്ന ഒരു വ്യക്തിയാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് പിന്നീടും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇദ്ദേഹം പിന്നീട് ബദറിന്റെ രണഭൂമിയിൽ മരണപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിന്റെ സബബുൻ നുസൂൽ പറയുന്ന സമയത്ത് അതിൽ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞൊരു സംഭവമാണ്. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തിയും നദർ ബിൻ ഹാരിസും ചേർന്ന് ജൂതന്മാരുടെ അരികിലേക്ക് ചെന്നു. ജൂതന്മാരോട് ചില ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനുള്ള ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ റസൂലുള്ളാഹിക്ക് ഉത്തരം പറയാൻ കഴിയരുത്. ആ രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. 3 ചോദ്യങ്ങൾ അവർ പറഞ്ഞു കൊടുത്തു. പിന്നീട് നബിയുടെ അരികിൽ വന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തിയും നദർ ബിൻ ഹാരിസുമാണ്. എന്തൊക്കെയാണ് അവർ ചോദിച്ച 3 ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം, 1-ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്ത ഒരു പറ്റം യുവാക്കൾ ആരാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അറിയില്ല, നാളെ വന്നാൽ പറഞ്ഞു തരാം. 2-ാമത്തെ ചോദ്യം, മശ്രിഖും മഗ്രിബും യാത്ര ചെയ്ത ഭരണാധികാരി ആരാണ്? അതിന് പറഞ്ഞു നബിക്ക് അറിയില്ല, നാളെ വന്ന ഉത്തരം പറയാം. 3-ാമത്തെ ചോദ്യം, എന്താണ് റൂഹ്, എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചു. അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? നാളെ വന്നാൽ പറഞ്ഞു തരാം. അതിന്റെ കൂടെ എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ ഇൻഷാ അല്ലാഹ് എന്നുള്ള അതിന്റെ ഒരു പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എന്ത് ചെയ്തില്ല? കുറച്ച് ദിവസത്തിന് ഖുർആൻ ഇറങ്ങിയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിന്റെ 23-24 ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഞാൻ നാളെ ചെയ്യുന്നു പറയുന്നത്. അവിടെ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് കൂടി പറയണം. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തി ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം, 1-ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്ത ഒരു പറ്റം യുവാക്കൾ ആരാണ്? അത് അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ആളുകളാണ്. അത് ആ സൂറത്തിൽ സുദീർഘമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. മശ്രിഖും മഗ്രിബും യാത്ര ചെയ്ത, കിഴക്കും പടിഞ്ഞാറും യാത്ര ചെയ്ത ഭരണാധികാരി ആരാണ്? അത് ദുൽഖർനൈൻ ചക്രവർത്തിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവസാനം വിശദീകരിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലം എന്നുള്ള വിഷയമാണ്. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. പിന്നെ 3-ാമത്തെ ചോദ്യം, എന്താണ് റൂഹ് എന്നുള്ളതാണ്. അതിന് മറുപടി കൊടുത്തത് അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള രൂപത്തിലാണ് മറുപടി കൊടുത്തത്. എന്തായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്ത നാട് ത്വായിഫാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തെരഞ്ഞെടുത്ത നാട് ത്വായിഫാണ്. വേറെ ഒരുപാട് നാടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രവാചകൻ തെരഞ്ഞെടുത്തില്ല. തെരഞ്ഞെടുത്ത നാട് ഏതാണ്? ത്വായിഫാണ്. എന്തുകൊണ്ടാണ് ത്വായിഫ് തെരഞ്ഞെടുക്കാനുള്ള കാരണം? 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. ശരിക്കും ശ്രദ്ധിക്കണേ, 2 രൂപത്തിലാണ് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫ് തെരഞ്ഞെടുക്കാനുള്ള കാരണം. അത് 2 രൂപത്തിലാണ് വിശദീകരിച്ചത്. ഒന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാരണം, അന്ന് മക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം ത്വായിഫാണ്. ഇന്ന് നമുക്ക് മക്കയും മദീനയും ഏത് രൂപത്തിലാണോ അതേപോലെ അന്നുണ്ടായിരുന്നത് എന്തായിരുന്നു? മക്കയും ത്വായിഫുമാണ്. അത്രത്തോളം മക്ക കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു നാട് ഏതാണ്? അത് ത്വായിഫാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഹ്റുഫിന്റെ 31-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും, വഖാലു ലൗലാ നുസില ഹാദൽ ഖുർആൻ വലാ റജുലിൻ മിനൽ ഖർയതൈനി അദീം എന്നൊരു ഭാഗമുണ്ട്. അഥവാ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ പറയാണ്, ഈ 2 പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേലിൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിച്ചില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞൊരു ന്യായമാണ്, ഖുർആൻ എന്തുകൊണ്ട്
ഈ രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ രണ്ട് മഹാപുരുഷന്മാരായ ആളുകളുണ്ട്. അവർക്ക് ഇറങ്ങാതെ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങി, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് മക്കയിൽ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങൾ ഏതാ? ഒന്ന് മക്കയാണ്, രണ്ട് തായിഫാണ്. മക്കയിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അത് വലീദ് ബിൻ മുഗീറയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ഭാഗം മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം കൂടുതൽ വിശദീകരിച്ചതാണ്. തായിഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? മസ്ഊദ് അസ്സഖഫി എന്ന് പറയുന്ന ബനൂ സഖീഫ് ഗോത്രത്തിലുള്ള വ്യക്തിയാണ്. അപ്പൊ ഇവര് പറഞ്ഞിരുന്ന ഒരു കാരണം, എന്തുകൊണ്ട് മക്കയിലെയും തായിഫിലെയും വലീദിനും മസ്ഊദിനും അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തില്ല, അല്ലെങ്കിൽ നുബുവത്ത് നൽകിയില്ല? ഇവർക്ക് ആർക്കും നൽകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അന്ന് മക്കയിലെ ആളുകൾ മക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു നാടായി കണ്ടിരുന്ന നാട് തായിഫാണ് എന്നുള്ളതാണ്. മക്കയിലെ നേതൃത്വം ഖുറൈശികളുടെ കയ്യിലാണെങ്കിൽ തായിഫിലെ നേതൃത്വം ബനൂ സഖീഫ് ഗോത്രത്തിന്റെ കയ്യിലാണ്. ഈ ബനൂ സഖീഫ് ഗോത്രത്തിലാണ് ആര് ജനിക്കണത്? ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന വ്യക്തി ജനിക്കണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഖീഫ് ഗോത്രത്തിൽ ഒരു കദ്ദാബും ഒരു മുബീർ, ഒരു പരാക്രമി, രക്തപുതിയൻ ജനിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ കദ്ദാബ് ആരാണ്? മുഖ്താർ അസ്സഖഫി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ബനൂ സഖീഫ് ഗോത്രത്തിലെ ഏറ്റവും കൂടുതൽ രക്തപുതിയൻ ആരാണ്, പരാക്രമി ആരാണ്? അത് ഹജ്ജാജ് ബിൻ യൂസുഫ് ആയ നീയാണെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഈ ഹജ്ജാജ് ഒരിക്കൽ ഒരു അറാബിനോട് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ ലോകത്തെ ഏറ്റവും നല്ല ഗോത്രം ഏതാണ്? അറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഖുറൈശി ഗോത്രമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പൊ അറാബി പറയാണ്, അതിലാണ് ആര് ജനിക്കണത്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കണത്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഗോത്രം ഏതാണ്? അറാബി പറഞ്ഞു, ബനൂ സഖീഫ ഗോത്രമാണ്. അറാബിക്ക് അറിയില്ല, എന്നോട് ചോദിക്കണത് ഹജ്ജാജ് ആണ്, ഭരണാധികാരിയാണെന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു, ബനൂ സഖീഫ ഗോത്രമാണ്. എന്താണ് ബനൂ സഖീഫ ഗോത്രം മോശപ്പെടാനുള്ള കാരണം? അതിന് ഈ അറാബി കൊടുത്ത മറുപടി, അതിലാണ് ആര് ജനിക്കണത്? ഹജ്ജാജ് ജനിക്കണത്. ആരോടെ പറയണത്? ഹജ്ജാജിനോട് തന്നെ. അപ്പൊ എന്റെ മുമ്പിലുള്ളത് ഹജ്ജാജ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അറാബി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കാരണമുണ്ട്. അഥവാ ഹജ്ജാജിനോട് പറയാണ്, ഭരണാധികാരി ഖലീഫ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എനിക്ക് വർഷത്തിൽ ഒരു ദിവസം എന്ത് ചെയ്യും? എന്റെ ബുദ്ധി മറിയും, എനിക്ക് ഭ്രാന്താകും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് സംസാരിക്കണത് എന്നുള്ളത് എനിക്ക് തന്നെ നിശ്ചയം ഉണ്ടാകില്ല. ആ രൂപത്തിൽ പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. ആ വർഷത്തിൽ ആ ദിവസം ഇന്നാണ്, അതുകൊണ്ടാണ് ഞാൻ മോശപ്പെട്ട ഗോത്രം ബനൂ സഖീഫയാണെന്നൊക്കെ പറയാനുള്ള കാരണം. എന്തായാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോന്ന് തായിഫ് തെരഞ്ഞെടുക്കാനുള്ള കാരണം, അന്ന് മക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം ഏതാണ്? തായിഫാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രം ഏതാണ്? കഅബയാണ്. എന്നാൽ തായിഫിലും അതേപോലെ ഒരു ആരാധന കേന്ദ്രമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ലാത്ത എന്ന് പറയുന്ന വിഗ്രഹമല്ലേ, അതിന്റെ യഥാർത്ഥ ക്ഷേത്രം ഉള്ളത് തായിഫിലാണ്. ഈ അബ്രഹത്തും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിക്കുന്നതിന് മുമ്പ് കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വന്ന സംഭവം നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമാണ്, അബ്രഹത്തും കൂട്ടരും കാബ പൊളിക്കാൻ വേണ്ടി ആദ്യം വരുന്നത് തായിഫിന്റെ ഭാഗത്താണ്. തായിഫിന്റെ ഭാഗത്ത് എത്തിയ ഉടനെ തന്നെ ഇവരുടെ ധാരണ എന്താണ്? അബ്രഹത്തും കൂട്ടരും ഇവരുടെ കേന്ദ്രമായ, ആരാധന കേന്ദ്രമായ ലാത്തയുടെ ക്ഷേത്രം നശിപ്പിക്കാനാണ് വന്നതെന്ന് കരുതി ഇവര് പിന്നെ അബൂ റിഹാൽ എന്ന് പറയുന്ന വ്യക്തിയെ കൂടെ പറഞ്ഞേക്കാണ്. അബൂ റിഹാലിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? മക്ക കാണിച്ചു കൊടുക്കണം, മക്കയിലാണ് കഅബ ഉള്ളത്, ഇത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്ന ആളുകളല്ല, ഞങ്ങൾ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഒരു ഗൈഡിനും പറഞ്ഞേക്കാണ്. ഈ അബൂ റിഹാലിന്റെ ഖബറൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ആ ഖബറിന്റെ ഭാഗത്ത് എത്തുമ്പോ പിന്നീട് അറബികൾ എന്ത് ചെയ്യാറുണ്ട്? കല്ലുകൾ എറിയാറുണ്ട്. കാരണം കഅബയെ ചതിക്കാൻ നോക്കിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അവര് മക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം അന്ന് ഏതാണ്? ത്വായിഫാണ്. ആ ത്വായിഫ് തെരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം അതായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം,
ഭൂമിശാസ്ത്രപരമായും ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ് തായിഫ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സസ്യങ്ങളും തോട്ടങ്ങളുമുള്ള നാടാണ് തായിഫ്. ധാരാളം മഴ ലഭിക്കുന്ന നല്ല തണുപ്പുള്ള പ്രദേശമായിരുന്നു തായിഫ്. അതുകൊണ്ട് തന്നെ മക്കയിൽ നല്ല തണുപ്പുള്ള നല്ല ചൂടുള്ള ഉഷ്ണ കാലഘട്ടത്തിൽ അറബി പ്രമാണിമാരായ ആളുകൾ അവരുടെ ഒഴിവു സമയം ചെലവഴിക്കാൻ പോയിരുന്ന നാട് തായിഫാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് തോട്ടങ്ങൾ അവിടെ ഉണ്ട്, തായിഫിലുണ്ട്. അങ്ങനെ ഒരു ബന്ധം തായിഫുകാരും മക്കക്കാരും തമ്മിലുണ്ട്. പിന്നെ ബനു സഖീഫ് ഗോത്രമാണ് അതിൽ ഏറ്റവും പ്രബലമായ ഗോത്രം എന്ന് പറഞ്ഞു. ആ ഗോത്രത്തിന്റെ നേതാവിന്റെ പേര് അംർ ബിൻ ഉമൈർ ബിൻ ഔഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അംർ ബിൻ ഉമൈർ ബിൻ ഔഫ്. ഈ വ്യക്തിക്ക് 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളാണ്. അതിൽ ഒരാൾ കല്യാണം കഴിച്ചത് ഇവിടുന്നാണ്, ഖുറൈശി കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ആരുമായിട്ടുണ്ട്, തായിഫുകാർക്ക് മക്കക്കാരുമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരണ എന്താണ്? പ്രവാചകൻ പോയാൽ ഇവര് പരിഗണിക്കും. കാരണം ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്നത്. നബുവത്തിന്റെ 10-ാം വർഷം ശവ്വാൽ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു മകനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയാണ് പ്രവാചകൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീൻ നോക്കി കാണാൻ കഴിയും. പ്രവാചകൻ അന്ന് പോയ ഭാഗം ഈ രൂപത്തിലൂടെയായിരുന്നു. അഥവാ മക്ക കഴിഞ്ഞ് നേരെ ത്വായിഫിന്റെ ഭാഗത്തേക്ക് ഈ രൂപത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് യാത്ര ചെയ്തത്. എന്തായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം പോയി കണ്ടത് ത്വായിഫിലെ നേതാക്കളായ 3 പേരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അംർ ബിൻ ഉമൈർ ബിൻ ഔഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബനു സഖീഫ ഗോത്രത്തിന്റെ നേതാവ്. അദ്ദേഹം മരിച്ചു. പിന്നീട് അധികാരം അദ്ദേഹത്തിന്റെ 3 ആൺകുട്ടികൾക്ക് വിഭജിച്ചു കൊടുത്തു. ഏതൊക്കെയാണ് ആ 3 ആൺകുട്ടികൾ? അബ്ദുയാലയിൽ, മസ്ഊദ്, ഹബീബ് എന്ന് പറയുന്ന 3 ആളുകൾ. അബ്ദുയാലയിൽ, മസ്ഊദ്, ഹബീബ്, ഈ 3 പേരുടെ കയ്യിലാണ് എന്തുള്ളത്? പിന്നീട് ത്വായിഫിന്റെ ഭരണം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ 3 ആളുകളുടെ അരികിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെന്നത്. ആദ്യം ചെന്ന് അവരോട് എന്ത് ചെയ്തു? അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിക കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൽ 1-ാമത്തെ വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയോ? 1-ാമത്തെ വ്യക്തി പറഞ്ഞത് നിന്നെയാണ് അള്ളാഹു പറഞ്ഞയച്ചതെങ്കിൽ ഞാൻ കാബന്റെ 3 പടം ഞാൻ വലിച്ചു പോകും. അഥവാ അള്ളാഹ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പറഞ്ഞയക്കാൻ? നിന്നെയാണോ കിട്ടിയത്? നഊദുബില്ലാഹ് രൂപത്തിൽ 1-ാമത്തെ വ്യക്തി സംസാരിച്ചു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു 3 മക്കളുണ്ട്, അബ്ദുയാലയിൽ, ഹബീബ്, മസ്ഊദ്. 1-ാമത്തെ വ്യക്തി പറയാണ്, അള്ളാഹ്ക്ക് റസൂലായിട്ട് പറഞ്ഞയക്കാൻ കണ്ടത് നിന്നെയാണോ എങ്കിൽ ഞാൻ കാബന്റെ 3 പടം ഞാൻ വലിച്ചു കൂടും. അപ്പൊ കാബന്റെ 3 പടം എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വം കൽപ്പിക്കുന്ന വിഷയമാണ്. അതുപോലും ഞാൻ വലിച്ചു കൂറും, വേറെ ആരും കിട്ടിയില്ല എന്നുള്ളതാണ്. 2-ാമത്തെ വ്യക്തി പറയാണ്, അമാ വജദല്ലാഹു അഹദൻ ഉർസിലഹു ഗൈറ, വേറെ ആരെയും അള്ളാഹ്ക്ക് കിട്ടിയില്ല, നിന്നെ മാത്രമാണ് കിട്ടിയത് എന്ന രൂപത്തിൽ 2-ാമത്തെ വ്യക്തിയും സംസാരിച്ചു. 3-ാമത്തെ വ്യക്തി പറയാണ്, വല്ലാഹി ലാ ഉകല്ലിമുക അബദ, ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കൂല, കാരണം എന്നോട് സംസാരിക്കാൻ നീ യോഗ്യനല്ല എന്ന രൂപത്തിൽ 3-ാമത്തെ വ്യക്തിയും സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. മക്ക വിട്ട് വരുമ്പോൾ പ്രവാചകന് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ത്വായിഫിലെ ആളുകൾ സ്വീകരിക്കും, അവര് പ്രവാചകനെ സംരക്ഷിക്കുമെന്നുള്ള അടങ്ങാത്ത പ്രിയം മനസ്സിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് വരുന്നത്. പക്ഷേ ത്വായിഫിലെത്തിയപ്പോൾ ത്വായിഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കളും പറയുന്നത് പ്രവാചകനെ അവർ സ്വീകരിക്കൂല, തിരിച്ചു പറഞ്ഞയക്കുമെന്ന രൂപത്തിലാണ്. പ്രവാചകൻ അവരോട് പറയാണ്, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തില്ലേ, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളിത് മറച്ചു വെക്കണം, നിങ്ങളിത് പുറത്തു പറയരുത്. കാരണം അത് പുറത്തു പറഞ്ഞാൽ എന്ത് ചെയ്യും? ഖുറൈശികളായ ആളുകൾ അറിയും. ഖുറൈശികളായ ആളുകൾ അറിഞ്ഞാൽ പ്രശ്നം എന്താണ്? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ സംരക്ഷണ കേന്ദ്രമാണ് അയാളുടെ ഗോത്രം. ആ ഗോത്രം വിട്ട് ഒരാൾ പുറത്തേക്ക് പോയാൽ പിന്നീട് ആ ഗോത്രത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ ആ കഫാലത്ത് ആരെങ്കിലും ഏറ്റെടുക്കണം. അപ്പൊ ഇതാരും അറിയാതെയാണ്, ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, പ്രവാചകൻ ഒരു കുതിരയെയോ ഒട്ടകത്തെയോ വാങ്ങലില്ല, നടന്നിട്ടാണ് വരുന്നത്. മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് ഏകദേശം 80-ൽ പരം കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നോക്കണേ, സയ്യിദ് ബിൻ ഹാരിസിനെയും കൂട്ടിയിട്ടാണ് വരുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, അലി ഉണ്ട്, റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരാരെയും കൂടെ കൂട്ടിയില്ല. എന്താ കാരണം എന്നറിയോ? അതിന്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഇവരെല്ലാവരെയും കൂട്ടി ഒരൊട്ടകത്തിന്റെ പുറത്ത്, ഒരു കുതിരന്റെ ഒക്കെ പുറത്ത് വലിയ ഒരു സംഘമായിട്ട് പോകുമ്പോൾ ഇത് ഖുറൈശികളായ ആളുകൾ മുഴുവൻ അറിയും പ്രവാചകൻ നാട് വിട്ടുപോയി എന്ന്. ഇനി അവര് തായിഫ് പോയിട്ട് തായിഫിലെ ആളുകൾ പ്രവാചകനെ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ പിന്നെ ഇവർക്ക് തിരിച്ച് ഖുറൈശി ഗോത്രത്തിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നടന്ന് നബിയുടെ വളർത്തുമകൻ, സ്വന്തം വളർത്തുമകന്റെ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. അതുകൊണ്ടാണ് 80 കിലോമീറ്റർ, ഏറ്റവും കൂടുതൽ മലകളുള്ള ആ നാട്ടിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോയത് എന്നുള്ളതാണ്. അപ്പൊ ഇവര് പ്രവാചകനെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ ഇവര് സ്വീകരിച്ചില്ല. നബി അവരോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മറച്ചു വെക്കണം, ഇത് മറ്റുള്ള ആളുകളോട് പറയരുത് എന്നുള്ളതാണ്. പക്ഷെ തായിഫിലെ ആളുകൾ എന്ത് ചെയ്തു? ഇത് ഖുറൈശികളായ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ 7 അല്ലെങ്കിൽ 10 3 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ 7 ദിവസം ഉണ്ട്, രണ്ടാമത്തെ റിപ്പോർട്ടിൽ 10 ദിവസം ഉണ്ട്. എന്തായാലും അത്ര ദിവസത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ ഉണ്ടായി. അപ്പൊ നേതാക്കളായ ആളുകളോട് പറഞ്ഞപ്പോൾ അവര് സ്വീകരിച്ചില്ല. രണ്ടാമത് അണികളായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഈ അണികളായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് നേതാക്കളായ ആളുകൾ അറിഞ്ഞു. അബ്ദുയാലയിലും മസൂദും ഹബീബും പ്രവാചകനും സയ്യിദ് റളിയല്ലാഹു അൻഹും നടന്നു പോകുന്ന വഴിയുടെ 2 ഓരത്തും ആളുകൾ നിർത്തി. ചെറിയ കുട്ടികളെയും അടിമകളെയൊക്കെ നിർത്തി നബിയുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞു. അവർ എറിഞ്ഞത് ഏത് ഭാഗത്തേക്കെന്നറിയോ? നബിയുടെ കണങ്കാലിന്റെ ഭാഗത്തേക്ക്, കാലിന്റെ ഭാഗത്തേക്ക്, നെരിയാണിന്റെ ഭാഗത്തേക്ക് നബിയുടെ കാല് പൊട്ടി. നബിന്റെ കാലിന്റെ ഭാഗത്തേക്ക് കല്ലെറിയുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നു എന്നുള്ളതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ കല്ലുകൊണ്ട് തല പൊട്ടി ചോര വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നീട് പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ല തഅലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഹുദിനേക്കാൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായ ഏതെങ്കിലും ദിനം കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായതാണ് ഹിജ്റ 3-ാം വർഷം നടന്ന ഉഹുദ് യുദ്ധം. അതിനേക്കാൾ പ്രയാസങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് മറുപടിയാണ്, ത്വായിഫിലേക്കുള്ള യാത്ര എന്നുള്ളതാണ്. ത്വായിഫിൽ എനിക്ക് അതിനേക്കാൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഉഹുദിന്റെ രണഭൂമിയിൽ ശാരീരികപരമായ പ്രയാസങ്ങളാണെങ്കിൽ ത്വായിഫിന്റെ രണഭൂമിയിൽ എനിക്ക് മാനസികപരമായ പ്രയാസങ്ങളാണ് എന്നുള്ളതാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരീരത്തിലേക്ക് അവർ കല്ലെറിയാണ്. പ്രവാചകന്റെ സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, അഥവാ ശക്തമായിക്കൊണ്ട് ഏറുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്യിദ് റളിയല്ലാഹു അൻഹും ഓടി. അവർ ഓടിപ്പോയത് കർണു സആലിബ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. കർണു സആലിബ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു തോട്ടത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു എന്നുള്ളതാണ്. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. നിരാലംബരനായി വികാരപരിതനായിക്കൊണ്ട് ആ തോട്ടത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയല്ല. കാരണം സാലിബ് എന്ന് പറയുന്നൊരു തോട്ടത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് എല്ലാം ഇല്ലാതായി. ഇനി മക്കത്ത് പോയാൽ അവര് സ്വീകരിക്കൂല. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെ മൃഗീയമായി കൊണ്ട് ദ്രോഹിച്ചു. ഇതൊക്കെ ഉണ്ടായപ്പോ വളരെ വൈകാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇലൈക അശ്കൂ ദഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ആവലാതി വിടുകയാണ്. എന്താണ്? എൻ്റെ ബലഹീനതയെ കുറിച്ച്, എൻ്റെ തന്ത്രക്കുറവിനെ കുറിച്ച്, ജനങ്ങൾക്കിടയിൽ ഞാൻ അപമാനിതനായ വിഷയത്തിൽ റഹ്മാനായ റബ്ബേ, ഞാൻ നിന്നോട് പരാതിപ്പെടുകയാണ്, ഞാൻ നിന്നോട് ആവലാതിപ്പെടുകയാണ്. അൻത റബ്ബി എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നീയാണ് എൻ്റെ റബ്ബ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു വാക്കാണ്, ഇലാ മൻ തഖിൽനി, അല്ലാഹുവേ, നീ ആരിലാണ് എന്നെ ഏൽപ്പിക്കാൻ പോണത്? റബ്ബേ, എന്നെ ആരിലാണ് നീ ഏൽപ്പിക്കാൻ പോണത്? മക്കക്കാരായ ആളുകളാണ് എന്നെ കൈപ്പെട്ടു, തായിഫിലെ ആളുകളാണെങ്കിൽ എന്നെ സ്വീകരിക്കണില്ല, അവർ മൃഗീയമായി കൊണ്ട് എന്നെ ദ്രോഹിക്കുന്നുണ്ട്. ഇനി ആരുടെ കയ്യിലാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കണത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലം യകുൻ ബിക അലയ്യ ഗദബുൻ ഫലാ ഉബാലി.
റബ്ബേ നിനക്ക് എന്നോട് കോപല്ലെങ്കിൽ എനിക്കൊരു പ്രയാസമില്ല. നിനക്ക് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ ധാരണ എന്താണ്? അഥവാ ഈ രൂപത്തിലൊക്കെ ത്വായിഫിൽ ആളുകൾ ദ്രോഹിക്കാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് വന്ന ഏതൊരു വീഴ്ച നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് കരുതിയിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്, റബ്ബേ നിനക്ക് എന്നോട് കോപല്ലെങ്കിൽ ഇവരെന്നെ ദ്രോഹിച്ചതോ ഈ പീഡനങ്ങളോ ഈ യാതനകളോ എനിക്കൊന്നുമല്ല, എനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്നിലേക്ക് ഇത് അഭയം തേടുന്നു എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം സഹാലിബ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ തോട്ടത്തിന്റെ ഉടമ ആരാന്നറിയോ? ആ തോട്ടത്തിന്റെ ഉടമ ഉത്ബത്ത് ബിൻ റബീഅയും ശൈബത്ത് ബിൻ റബീഅയുമാണ്. ഇവര് രണ്ടുപേരും ആരാണ്? ഖുറൈശികളാണ്, മക്കക്കാരാണ്. അല്ലെ, മക്കക്കാരായ ഖുറൈശികളായ ആളുകൾ അവര് തണുപ്പ് കാലഘട്ടത്തിൽ പിന്നെ ഈ നാട്ടിലേക്ക് വരാറുണ്ട്, അല്ല ചൂട് കാല സമയത്ത് തായിഫിലേക്ക് വരാറുണ്ട്. അവർക്ക് ഇവിടെ തോട്ടം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും തോട്ടമാണ് ഈ തോട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളായ ആളുകൾ എറിഞ്ഞ് ആ ഏറ് കൊണ്ടുവന്ന് അവിടെ വന്നിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? ഈ രണ്ടുപേരും കാണുന്നുണ്ട്. ഈ രണ്ടാളുകൾ ഇത് കണ്ട സമയത്ത് അവരുടെ തോട്ടം നോക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. അയാളുടെ പേര് അദ്ദാസ് എന്നാണ്. അയാളുടെ പേര് അദ്ദാസ്. അതേ അദ്ദാസിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അദ്ദാസ് ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദാസിനെ വിളിച്ചുകൊണ്ട് ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ കുറച്ച് മുന്തിരി ഇട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗം കണ്ടപ്പോ ശത്രുക്കളായ ഉത്ബക്കും ഷൈബക്കും പോലും പ്രയാസം ഉണ്ടാകുക. കാരണം ശരീരത്തിൽ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഈ രൂപത്തിൽ പ്രവാചകനെ കണ്ടപ്പോ അവരുടെ മനസ്സും ഒന്ന് പ്രയാസപ്പെട്ട് ഒരു പാത്രത്തിൽ മുന്തിരികളാക്കി അദ്ദാസിന്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ആ കാണുന്ന വ്യക്തിയുടെ കൈകളിൽ പോയി ഇത് കൊടുക്കുക. അദ്ദാസ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്നു. അപ്പൊ ഉത്ബയും ഷൈബയും അവിടെ ഉള്ള ഇവർ ആരറിയുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അദ്ദാസ് ഈ പാത്രം കൊടുത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്തിരിന്റെ പാത്രം അങ്ങനെ വാങ്ങി അതിലൊരു മുന്തിരി എടുത്ത് റസൂലുള്ളാഹിന്റെ വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് പറഞ്ഞു ബിസ്മില്ലാ. വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് പറഞ്ഞു ബിസ്മില്ലാ. ഇത് പറഞ്ഞ സമയത്ത് അദ്ദാസ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, വല്ലാഹി ഇൻ ഹാദൽ കലാമു മാ യഖൂലുഹു അഹ്ലി ഹാദൽ ബിലാദ്, അല്ലാഹുവാണ് സത്യം, ഈ നാട്ടിൽ ഒരാളും നിങ്ങൾ പറഞ്ഞ ഈ വാക്ക് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളിപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാനിത് എന്ത് ചെയ്തിട്ടില്ല, ഈ നാട്ടിലെ ഒരാളും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസിനോട് ചോദിക്കുന്നുണ്ട്, അദ്ദാസ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ ഏത് ദീനിലാണ്, നിങ്ങൾ ഏത് മതത്തിലാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദാസ് പറയാണ്, ഞാന് നസ്രാനിയാണ്, ക്രിസ്ത്യാനിയാണ്, ഞാൻ നീനവ പ്രദേശക്കാരനാണ്, ഇറാഖിലെ നീനവ പ്രദേശക്കാരനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നീനവ പ്രദേശത്തിലാണോ നിങ്ങളുള്ളത്, അഥവാ നീനവ പ്രദേശത്തിലല്ലേ സ്വാലിഹ് യൂനുസ് ബിൻ മത്ത, പ്രവാചകനായ യൂനുസ് ബിൻ മത്ത നീനവ പ്രദേശത്തല്ല, ആ നാട്ടിലാണ് നിങ്ങളുള്ളത്. ഇത് കേട്ടപ്പോ അദ്ദാസിന് അത്ഭുതം. അദ്ദാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് യൂനുസിനെ അറിയാം, യൂനുസ് ബിൻ മത്ത എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തിന്റെ സഹോദരനാണ്, കാന നബിയ്യൻ വ അന നബിയ്യുൻ, അദ്ദേഹം നബിയാണ് ഞാനും നബിയാണ് എന്ന രൂപത്തിൽ ആര് പറയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വെച്ച് അദ്ദാസ് എന്ത് ചെയ്യാണ്? ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കണം മാത്രമല്ല, റസൂലുള്ളാഹിന്റെ നെറ്റിയിലും കയ്യിലും ചോര പൊട്ടി ഒലിക്കുന്ന കാലുകളിലെ 3 ഭാഗത്തും അദ്ദാസ് ചുംബിക്കുന്നുണ്ട്. കാരണം യൂനുസ് ബിൻ മത്തായിനെ കുറിച്ചിട്ടും മത്താനെ ഇവർക്ക് അറിയുന്നില്ല, നാട്ടിലെ ആളുകൾക്ക് അറിയില്ല. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ആകൃഷ്ടനായി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ നെറ്റിയിലൊക്കെ ചുംബിക്കാണ്. ഇത് ആര് കാണുന്നുണ്ട്? ഉത്ബയും ഷൈബയും കാണുന്നുണ്ട്. ഉത്ബയും ഷൈബയും കാണുന്ന സമയത്ത് അവര് അദ്ദാസ് അവരുടെ അരികിലേക്ക് വന്നപ്പോ പറയണം, അദ്ദാസ് നിനക്ക് നാശം, നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിലും കയ്യിലും കാലിലൊക്കെ ചുംബിക്കണത്? അപ്പോ അദ്ദാസ് പറയാണ്, യാ സയ്യിദി മാ ഫിൽ അർദി ശൈഉൻ ഖൈറുൻ മിൻ ഹാദാ, അദ്ദേഹത്തെക്കാൾ നല്ലൊരു വ്യക്തി ഇന്ന് ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര സമയം റസൂലുള്ളാഹിന്റെ അരികിൽ നിന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? വളരെ കുറച്ച് സമയം.
പക്ഷെ ആ സമയത്തിനുള്ളിൽ അദാസിന്റെ മനം കവരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റമാണ്. നോക്കി, പ്രവാചകൻ വന്നിരിക്കുന്ന രംഗം ഏതാ? ശത്രുക്കൾ എറിഞ്ഞ് ഏറുകൊണ്ട് പ്രയാസപ്പെട്ട് അവിടെ വന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഭൂമിയിൽ കണ്ട ഏറ്റവും നല്ല വ്യക്തി ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ മതം ഞാൻ സ്വീകരിച്ചു എന്ന് അബ്ദാസ് പറഞ്ഞു. അപ്പൊ ഉത്ബയും ഷൈബയും പറയാണ്, വൈഹക യാ അബ്ദാസ്, അബ്ദാസ് നിനക്ക് നാശം. ലാ യുസ്രിഫന്നക ഫീ ദീനിക ഫഇന്ന ദീനക ഖൈറും മിൻ ദീനിഹി. നീ നിന്റെ മതത്തിന് ഒരിക്കലും പോകരുത്. നിന്റെ മതം ഏതാ? ക്രിസ്തീയ മതമാണ്, നിസ്രാനിയാണ്. അദ്ദേഹത്തിന്റെ മതത്തെക്കാൾ ഹൈറായ മതം ഏതാണ്? നിന്റെ മതമാണ് എന്ന് ഈ ഉത്ബയും ഷൈബയും അങ്ങോട്ട് പറയാണ്. പക്ഷെ അബ്ദാസ് പറഞ്ഞില്ല, അദ്ദേഹമാണ് ഞാൻ കണ്ട ഭൂമിയിൽ ഏറ്റവും നല്ല വ്യക്തി എന്ന് അബ്ദാസിനെ കുറിച്ച് പറയും. പിന്നീട് അബ്ദാസിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അബ്ദാസ് പിന്നെ ബദറിന്റെ രണഭൂമിയിലേക്ക് ഉത്ബയും ഷൈബയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അബ്ദാസ് അതിന് കൊടുത്ത മറുപടി, ആ മാന്യനായ വ്യക്തിക്കെതിരെയാണോ നിങ്ങളുടെ പുറപ്പാടെങ്കിൽ അതിൽ അബ്ദാസ് ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ഉത്ബയും ഷൈബയൊക്കെ അവിടെ മരണപ്പെടുന്നുണ്ട്, ബദറിന്റെ രണഭൂമിയിൽ മരണപ്പെടുന്നത്. അഥവാ ബദർ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് പിന്നെ ആദ്യം ദന്തയുദ്ധമാണ്. അപ്പൊ ഉത്ബയും ഷൈബയും വലീദും മുമ്പിലേക്ക് നിന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ അൻസാരികളായ ആളുകളുടെ കൂട്ടത്തിൽ ഔഫ് ബിൻ ആരിസും മുഅവ്വദും മുആദും 3 സ്വഹാബികൾ, അൻസാരികളായ സ്വഹാബികൾ മുമ്പിലേക്ക് നിന്നു. അപ്പൊ അവിടുന്ന് ഉത്ബ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്? ഇവര് മറുപടി കൊടുത്ത്, ഞങ്ങൾ അൻസാരികളാണ്, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കി, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി, മക്ക വിട്ട് മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ ആളുകളില്ലേ, അവരെ മുമ്പിലേക്ക് ഇറക്ക്. അൻസാരികളായ നിങ്ങളോട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഹംസ യാ അലി യാ ഉബൈദ. ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചുകൊണ്ട് അവരോട് പോരാടാൻ പറഞ്ഞു. ഉത്ബയും ഷൈബയും വലീദും 3 പേരും മരണപ്പെടുന്നത് ബദറിന്റെ രണഭൂമിയിലാണ് എന്നുള്ളതാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു പ്രയാസം ഉണ്ടായി. പ്രവാചകൻ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യാണ്? ഉത്തരം നൽകുകയാണ്. അഥവാ ശത്രുക്കളുടെ കരം കൊണ്ട് അല്ലാഹു ഭക്ഷണം കൊടുത്തു. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ശത്രുക്കളായ ആളുകളുടെ കരം കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊടുത്തു. പിന്നീട് പ്രവാചകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി യൂനുസ് ബിൻ മത്താ എന്ന് പറയുന്ന പ്രവാചകനെ ഓർമ്മപ്പെടുത്തി. യൂനുസ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രംഗത്ത് ഒരുപാട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ കഴിയും. യൂനുസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താണ്? അദ്ദേഹം യൂനുസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ നാട് വിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകൾ ദഅവത്ത് സ്വീകരിക്കാതെ വന്നപ്പോ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ആ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കപ്പല് അവിടുന്ന് അദ്ദേഹത്തെ എറിയുന്നതും മത്സ്യം വിടുന്നതും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള പ്രാർത്ഥനയൊക്കെ പറയുന്നത്. എന്തായാലും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു പോവുകയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണ്, ഇനി നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വരുമ്പോ പിന്നീട് എന്ത് ചെയ്യും? പിൽക്കാലത്ത് നല്ലൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും എന്നതുകൂടി ഇതിലൂടെ കിട്ടുന്നതായിക്കൂടെ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സംഭവത്തിന് ശേഷം അദാസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എണീറ്റ് പോയി. അദാസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എണീറ്റ് പോയ സമയത്ത് ആകാശത്ത് ഒരു മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടത് ഞാൻ കണ്ടു. അങ്ങനെ ആകാശത്ത് ഒരു മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടപ്പോ ആകാശത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആകാശത്ത് ആരുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ആ ജിബ്രീലിനെ കണ്ടപ്പോ ജിബ്രീൽ പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ ത്വായിഫുകാരോട് പറഞ്ഞതും ത്വായിഫുകാർ അതിന് മറുപടി പറഞ്ഞതൊക്കെ ആര് കേട്ടിട്ടുണ്ട്? അല്ലാഹു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ പർവ്വതങ്ങളുടെ മലക്കിനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. എന്റെ കൂടെ പർവ്വതങ്ങളുടെ മലക്കിനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ എന്താണോ ചെയ്യേണ്ടത് റസൂൽ എന്ന് പറഞ്ഞോളി, അവരെ ചെയ്യാം. അപ്പൊ പർവ്വതങ്ങളുടെ മലക്ക് മുഹമ്മദ്, അവിടുന്ന് പർവ്വതങ്ങളുടെ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞിട്ട് പറയാണ്, നബിയെ, എന്താണ് അവരെ ചെയ്യേണ്ടത്? മക്കയുടെയും മദീനയുടെയും തായിഫിന്റെയും ഇടയിലുള്ള പർവ്വതങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ നശിപ്പിക്കട്ടെ എന്ന രൂപത്തിലൊക്കെ പർവ്വതങ്ങളുടെ മലക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ബലർജു അൻ നുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മയഅബ്ദുല്ലാഹു വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈആ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അതേപോലെ തന്നെ അവനെ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു പിൻതലമുറ ഇവരിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അവരെ നിങ്ങൾ നശിപ്പിക്കണ്ട എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരോട് നശിപ്പിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ ത്വായിഫ് നാടെന്നുള്ളത് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ നാടായിട്ട് ചിലപ്പോൾ മാറുമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയപ്പോഴും അവരോട് വിട്ടുവീഴ്ച കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. ഇന്ന് ആ നാടിനെ കുറിച്ച് നോക്കാൻ, ആ ത്വായിഫിൽ എത്ര പള്ളികളാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ മീക്കാത്തുള്ള കർണൂൽ മനാസിലിനെ പോലെയുള്ള ഭാഗത്തൊക്കെ അതൊക്കെ ത്വായിഫിന്റെ ഉള്ളിലാണ് എന്നുള്ളതും കൂടി ചേർത്ത് മനസ്സിലാക്കുക. എന്തായാലും പിന്നെ ത്വായിഫിലെ ആളുകൾ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ത്വായിഫിലെ ആളുകൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മദീനന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ചിലപ്പോൾ ത്വായിഫായിരിക്കും. ചിലപ്പോൾ മസ്ജിദ് നബവിയൊക്കെ ത്വായിഫിന്റെ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. പക്ഷെ അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതും കൂടി കാണാൻ കഴിയും. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അദ്ദാസിന്റെ അരികിൽ നിന്ന് പോയി ആകാശത്ത് ജിബ്രീലിനെ കണ്ട് പർവ്വതങ്ങളുടെ മലക്കീ രൂപത്തിലൊക്കെ ചോദിച്ച് അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിസ്കരിക്കുന്ന സമയത്ത് ആ വഴിയിലൂടെ ഒരു ജിന്നിന്റെ ഒരു കൂട്ടം വന്നു എന്നുള്ളതാണ് സൂറത്ത് അഹ്കാഫിന്റെ 29 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ജിന്നുകളുടെ ഒരു കൂട്ടം ആ വഴിയിലൂടെ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഉറക്കെ ഓതുന്നുണ്ട്. അവർ കേട്ട സമയത്ത് ബാക്കിയുള്ള ആളുകൾ ജിന്നുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് അവരത് കേട്ട് അവർ കാഫിറുകളായ ജിന്നായിരുന്നു. പിന്നീട് അവർ മുസ്ലിങ്ങളായി എന്നുള്ളത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, പ്രവാചകൻ ജിന്നുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ദീന പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ മസ്ജിദ് ജിന്ന് എന്ന് പറയുന്ന പണ്ട് തന്നെ നമുക്ക് മക്കയിൽ കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ കഅബാലയത്തിന്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് ഒരു ഭാഗത്തെത്തിയപ്പോൾ പ്രവാചകൻ കാലുകൊണ്ടൊരു വര വരച്ചു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഈ വരക്കിപ്പുറം നീ വരരുത് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വലിയ രൂപത്തിൽ ആകാശത്ത് ശബ്ദങ്ങളൊക്കെ കേട്ടു, ആകെ ഇരുട്ട, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്ത് പോയി ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ആ ഭാഗത്താണെന്ന് മക്കയിൽ മസ്ജിദ് ജിൻ എന്ന് പറയുന്ന പള്ളിയുള്ളത് എന്നുള്ളത് കൂടി കാണാൻ കഴിയും. എന്തായാലും ഇവര് തായിഫിലെ ആളുകൾ അവരെ പിന്നെ അംഗീകരിക്കാതെ, അവരെ സ്വീകരിക്കാതെ വന്നപ്പോൾ അവര് തിരിച്ചു നേരെ എവിടേക്ക് വരികയാണ്? മക്കയിലേക്ക് വരുന്നുണ്ട്. മക്കയിലേക്ക് വരുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു, വളർത്തു മകനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലേ, നമ്മൾ എവിടേക്കാ പോകുന്നത്? മക്കയിലേക്കാണോ? മക്കയിലെ ആളുകൾ നമ്മളെ സ്വീകരിക്കൂല, നമ്മൾ നാട് വിട്ടു പോകുന്ന ആളുകളാണ്. ഇനി നമ്മൾ വീണ്ടും അവിടേക്ക് പോയാൽ അവർ നമ്മളെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ കൈവിടൂല എന്ന രൂപത്തിലൊക്കെ സംസാരങ്ങൾ കാണാൻ കഴിയും. നേരെ മക്കയുടെ അതിർത്തിന്റെ ഭാഗത്തെത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായി കൊണ്ട് തെരഞ്ഞെടുത്തു. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ആരാന്നുള്ളത് ആർക്കാണ് ഉത്തരം പറയാൻ കഴിയുക? സമ്മാനമൊന്നുമില്ല. എന്നാലും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തി മാഷാ അല്ലാഹ് ബറകല്ലാഹു ഫീക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോണില്ലേ, അന്ന് നബിക്കുള്ള ഗൈഡ് ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്തായാലും ഇദ്ദേഹത്തെ ദൂതനായി കൊണ്ട് സ്വീകരിച്ച് ആദ്യം നബി പറഞ്ഞയക്കണത് അഹ്നസ് ബിൻ ഷുറൈഖ് എന്ന് പറയുന്ന വ്യക്തിന്റെ അരികിലേക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, റസൂലുള്ളാഹിക്കുള്ള സംരക്ഷണം കഫാലത്ത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഏറ്റെടുത്താൽ എന്ത് ചെയ്യും? മക്കയിലെ ഖുറൈശികളായ ആളുകൾ ഉപദ്രവം പേടിച്ച് അദ്ദേഹം അതിൽ മാറി. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞയക്കുന്നത് സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തിന്റെ അരികിലേക്കാണ്. ആരാ സുഹൈൽ ബിൻ അംർ? ഹുദൈബിയ സന്ധിന്റെ സമയത്ത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ആരാ? സുഹൈൽ ബിൻ അംർ ആണ്. ഈ സുഹൈലിനോട് പോയി ചോദിച്ചു, സുഹൈലിനും സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഖുറൈശികളുടെ പീഡനങ്ങൾ പീഡിച്ച് അവർ അതിനെയും തള്ളി. മൂന്നാമത് പറഞ്ഞയക്കുന്നത് മുതഇം ബിൻ അദി എന്ന് പറയുന്ന വ്യക്തിന്റെ അരികിലേക്കാണ്. അദ്ദേഹം പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തു. സംരക്ഷണം ഏറ്റെടുക്കുക മാത്രമല്ല,
ഈ അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മക്കളെയും പറഞ്ഞയച്ചു. ആയുധ സജ്ജരായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞയച്ചു. നബി എവിടെയാണുള്ളത്, നബിന്റെ അരികിൽ പോയി നബിക്കുള്ള സംരക്ഷണം കൊടുത്ത് മക്കയിലേക്ക് കൊണ്ടുവരണം. നേരെ മക്കയിലെത്തി. പിന്നെ മുത്തീം ആദ്യം റസൂലുള്ളാഹിനോട് പറഞ്ഞത് കാബ തവാഫ് ചെയ്യാൻ പറഞ്ഞു. അത് അവരുടെ സമ്പ്രദായമാണ്. പുറത്തു പോയാൽ എന്ത് ചെയ്യും? അവർ വന്ന് ആദ്യം കാബ തവാഫ് ചെയ്യും. തവാഫ് ചെയ്ത് പിന്നീട് മുത്തീം എണീറ്റിട്ട് പറയാണ്, മുഹമ്മദ് നബിക്കുള്ള സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, മുഹമ്മദ് നബിന്റെ കഫാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ മുത്തീം ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ആദ്യം മുത്തീമിന്റെ അരികിലേക്ക് ചെല്ലുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ ചെന്ന് ചോദിക്കണത്, നീ മുഹമ്മദിന്റെ അനുയായി ആയിട്ടാണോ സംരക്ഷണം കൊടുക്കുന്നത്, അതല്ല അനുയായി ആകാതെ ബന്ധത്തിന്റെ പേരിലാണോ കൊടുക്കുന്നത്, അവ മുസ്ലിം ആയിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോ മുത്തീം പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിട്ടൊന്നുമില്ല, മുഹമ്മദ് നബി ആയിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനുള്ള സംരക്ഷണം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തു പോകുന്നത് വരെയുള്ള പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണ്? മുത്തീമിൻ അദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തിട്ടില്ല, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ജുബൈർ ബിൻ മുത്തഈം എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുത്തഈമിനെ പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ബദറിന്റെ രണഭൂമിയിൽ ശത്രുക്കളായ ആളുകളെ എന്ത് ചെയ്യണമെന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ലൗകാന മുത്ഈമുൻ അദിയൻ ഹയ്യൻ, ഇന്ന് മുത്തഈം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ബന്ദികളായി കൊണ്ട് പിടിച്ച ആളുകളെ വെറുതെ വിടണമെന്ന് മുത്തഈം എന്നോട് പറഞ്ഞാൽ ഞാൻ വിടുമായിരുന്നു. കാരണം അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് ജുബൈർ ബിൻ മുത്തഈം എന്ന് പറയുന്ന വ്യക്തി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തി. മക്കയിൽ ജീവിക്കാൻ, മക്കയിൽ ജീവിക്കുമ്പോഴോ, ഞാൻ അവസാനിപ്പിക്കാൻ, മക്കയിൽ ജീവിക്കുമ്പോഴോ പിന്നീടും പ്രയാസങ്ങളാണ്. കാരണം ഭാര്യ ഖദീജ ബീവി മരണപ്പെട്ടു. റസൂലുള്ളാഹിക്ക് ഖദീജ ബീവി എത്ര മക്കളുണ്ട്? 6 മക്കളുണ്ട്. ആ 6 മക്കളിൽ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അബ്ദുള്ളയും കാസിമും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 4 എത്ര ഉണ്ട്? 4 പെൺകുട്ടികളുണ്ട്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഈ 4 പെൺകുട്ടികളുണ്ട്. ആ 4 പെൺകുട്ടികളെ നോക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ്. ആ ഒരു സമയത്ത് ഹൗല ബിൻത് ഹക്കീം എന്ന് പറയുന്ന ഒരു സഹാബി വനിത, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ഈ ഹൗല ബീവി വന്ന റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, റസൂലേ, നിങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ? കാരണം മക്കളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ പ്രയാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ആരാണുള്ളത് എന്ന് ചോദിച്ചു. വിധവയുണ്ട്, ഒരു കന്യകയുണ്ട്. ആരാണ് വിധവ? അത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയാണ്. ആരാണ് കന്യക? അത് ആയിഷ ബിൻത് അബീ ബക്കറാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ആരെയാണ്? സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയാണ്. അവരെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചത് സഖ്റാൻ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം മുസ്ലിം ആയിരുന്നു, സ്വഹാബിയാണ്, അബിസീനിയയിലേക്ക് ഹിജ്റ പോയ ആളാണ്. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അവര് വിധവയായിക്കൊണ്ട് കഴിയുന്ന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ ബീവിയെ കല്യാണം കഴിച്ചു. നല്ല തടിച്ച പ്രകൃതായിരുന്നു, കാരണം തീരെ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നീളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ ബീവിയെ കല്യാണം കഴിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തു പോകുന്നത് വരെ പ്രവാചകന്റെ ഭാര്യ ആരായിരുന്നു? സൗദ ബീവിയാണ്. ആയിഷ ബീവിയായിട്ടുള്ള കല്യാണം നടക്കുന്നതും ഹിജ്റന്റെ മുമ്പ് മക്കയിൽ വെച്ചിട്ട് തന്നെ. പക്ഷെ വീട് കൂടുന്നത് അവിടെ വെച്ചിട്ടാണ്, മദീനയിലാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇതിനു ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്, അഥവാ ഇസ്രാ മിഅ്റാജ്. അതിന് സാക്ഷിയാകുന്നത് ആരാണ്? സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയാണ് എന്നുള്ളതും കാണാൻ കഴിയും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ശത്രുക്കളായ ആളുകൾ ശഅബ് അബി താലിബിൽ ഉപരോധിച്ചു. അതിനുശേഷം പ്രവാചകന്റെ പ്രിയപ്പെട്ട 2 ആളുകൾ മരണപ്പെട്ടു. ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലെ ആളുകൾ സ്വീകരിക്കാതെ വന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു സമ്മാനം രൂപത്തിലായിരുന്നത് ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് നമ്മൾ വിശദീകരിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകളുടെ മരണത്തിന് ശേഷം മക്കയിലുണ്ടായ പീഡനങ്ങളും അതേപോലെ തന്നെ ത്വായിഫിലേക്കുള്ള യാത്രയും ത്വായിഫിലെ യാത്രയ്ക്ക് ശേഷം സൗദ ബീവിയുമായിട്ടുള്ള കല്യാണവുമാണ് എന്നുള്ളതാണ്.
അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ഭാഗം ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.